there is a woman. ഈ വാക്യത്തിൽ നിന്നാകട്ടെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ തുടക്കം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ടോക്ക് ഷോയുടെ സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിമൻസ് ഡേ ടോക്ക് ഷോയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒത്തിരിയേറെ കഥകൾ പറയാനുണ്ട്. നമ്മുടെ വിജയശ്രീ ലാളിതരായ ഓരോ പുരുഷന്മാരുടെയും ഭാര്യമാരെ ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ ത്യാഗത്തിന്റെ, പ്രചോദനത്തിന്റെ, പ്രാർത്ഥനയുടെ എല്ലാ വിശേഷങ്ങളും നമ്മൾ ഇന്ന് നമ്മുടെ ഭാര്യമാരെ കൊണ്ട് തന്നെ പങ്കുവയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം ഫ്രണ്ട്സ് ആൻഡ് സോഫി ചേച്ചി. നമ്മള് ഇന്ന് അവസാന ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഒറ്റയൊരു ചോദ്യം എനിക്കേ ഉള്ളൂ. പ്രിൻസ് എന്ന പ്രത്യാശ ഭവന്റെ ഡയറക്ടറെ ഒരു റിയൽ ഹീറോ ആക്കിയ ഒരാളുണ്ട് അതിന്റെ പിന്നില്. ആ സപ്പോർട്ടിന്റെ റിയൽ ഹീറോയിൻ സോഫി ചേച്ചി ആവുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും വിമൻസ് ഡേയോട് അനുബന്ധിച്ച് എന്തോ സന്ദേശമാണ് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാനുള്ളത്? ഞാൻ പ്രിൻസേട്ടനെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നു. 98% നല്ല രീതിയിൽ തന്നെ പ്രിൻസേട്ടൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സപ്പോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. പിന്നെ ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ അവിടെ താമസക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒത്തിരി കഷ്ടപ്പാടിൽ കൂടി തന്നെയാണ് കടന്നു പോയത്. എന്നാലും അത് ദൈവം എല്ലാം ക്രമീകരിച്ചുകൊണ്ട് എല്ലാം അതിനെയൊക്കെ തരണം ചെയ്ത് പോകാനുള്ള ഒരു വലിയ കൃപ ദൈവം എനിക്ക് നൽകി. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ പ്രത്യാശവൻ്റെ പ്രവർത്തനങ്ങളിലും പുറപ്പെയുള്ള പ്രവർത്തനങ്ങളിലും എല്ലാം ഏറ്റവും സന്തോഷവും തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് മുമ്പോട്ട് പോകുന്നു. ഞാൻ അതായത് സോഫി, അതായത് ഞങ്ങളുടെ ഏറ്റവും പ്രിയ സുഹൃത്താണ് രാധാകൃഷ്ണൻ. ഞാൻ 22 വർഷത്തോളം ഇപ്പോൾ പുള്ളി മദ്യപാനിയല്ല. അപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും രാവിലെ എന്നെ വിളിക്കും. അപ്പോൾ രാവിലെ എന്നെ വിളിച്ചിട്ട് പുള്ളി ആദ്യം പറഞ്ഞ കാര്യം, ഞാൻ ആദ്യം സോഫിനെ വിളിച്ചത്. എല്ലാ ബർത്ത്ഡേക്കും ആദ്യം എന്നെ പ്രിൻസിനെ എല്ലാവരും വിളിക്കും, പക്ഷെ ആദ്യം വിളിക്കുന്നത് സോഫിനെയാണ്. കാരണം പുള്ളി ഓടയെ കിടന്നപ്പോൾ പ്രിൻസ് പൊക്കിക്കൊണ്ടുപോയി വീട്ടിൽ ചെന്നപ്പോൾ അത്താഴം കൊടുത്തത്, ചീഞ്ഞറിഞ്ഞ് കിടന്നത്, തുണി ഇറങ്ങി കൊടുത്തത് സോഫി. ആദ്യത്തെ അനുഭവമാണ്. അപ്പൊ അദ്ദേഹത്തിന് ആ നന്ദി. എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ വരുമ്പോൾ ആദ്യം രാവിലെ എഴുന്നേറ്റ് വിളിക്കുന്നത് അല്ല സോഫിനെയാണ്. കാരണം വെച്ചാൽ ഈ 22 വർഷം സൊസൈറ്റി കീപ്പ് ചെയ്യാൻ സഹായിച്ച സോഫിയാണ്. അപ്പോൾ അവർ ഭയങ്കര വഴക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ വെച്ച് ആദ്യകാലങ്ങളിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ പ്രിൻസേട്ടൻ പകുതി ദിവസം അവിടെ കാണുകയല്ലോ, പകൽ സമയത്ത് അവിടെ അങ്ങനെയില്ല. അപ്പം ഇവർ എന്നെ തന്നെ വിറകൊക്കെ എടുത്ത് ഭയങ്കര അടി കൂടുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ അന്നൊക്കെ അതെങ്ങനെയാണെന്നങ്ങ് അവരിന്ന് അതെല്ലാം പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്തു. പക്ഷെ ആ ധൈര്യം അന്ന് എനിക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാനിങ്ങനത്തെ ഒരു സീൻ കാണുമോ അല്ലെങ്കിൽ മദ്യപാനികളുമായിട്ടുള്ള ഒരു ഡീലിങ് നടത്തുമോ അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടില്ല. പിന്നെ പ്രിൻസേട്ടൻ കല്യാണത്തിനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ജീവിതാനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം അത് നല്ലൊരു ശക്തിയോടുകൂടി പ്രിൻസേട്ടനെ കുറ്റപ്പെടുത്താണ്ടും ആ ഒരു ശുശ്രൂഷയോട് ചേർന്ന് പ്രിൻസേട്ടൻ എല്ലാ കാര്യങ്ങളിലും ധൈര്യപൂർവ്വം മുമ്പോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനൊക്കെ ആയിട്ട് അന്ന് എനിക്ക് സാധിച്ചു. പിന്നെ ജോഷിച്ചേട്ടനൊക്കെ വന്നാണ് അന്ന് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ വന്നവരിൽ നിന്ന് കത്തിയൊക്കെ പിടിച്ച് മാറ്റി. അന്ന് ഞാൻ പ്രഗ്നന്റാ, മൂത്ത മോനെ 8 മാസം. ഭയങ്കര അനുഭവമാണ്. അതൊരു അലക്സാണ്ടർ അച്ഛൻ ജയിലിൽ നിന്ന് വരുന്ന ഹാർഡ് കോർ ക്രിമിനൽസ് അവർ വന്നു കഴിയുമ്പോൾ റീഹാബിലിറ്റേഷന് വേണ്ടി ദിവ്യശാസ്ത്രികളാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഇല്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല. കാത്തിക്കൂത്തുണ്ട്, എല്ലാ പരിപാടിയും എന്താ പറയുക കൊട്ടേഷൻ ടീമിൻ്റെ കൂടെ നടക്കുന്നതാണ്. അപ്പോൾ മദ്യപാനം സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ വരുന്നവരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കേസുകളാണ്. ഇപ്പോൾ പുറപ്പെടെ കിടന്ന് അടിയുണ്ടാക്കിയ പോലെ തന്നെ ദിവ്യശാസ്ത്രി പലവട്ടം അടിയുണ്ടായിട്ടുണ്ട്. അന്നേരമൊക്കെ ആകുമ്പോൾ നമുക്കൊരു അദൃശ്യമായ ശക്തി അവിടെയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഈ പ്രിയപ്പെട്ട ഭാര്യമാരുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ജയിലിൽ നിന്നുള്ള 2 പേരുണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഭയങ്കര കത്തിക്കുത്തും ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴൊക്കെ നമ്മുടെ ഒരു ജോർജ് ചേട്ടനും ഉണ്ടായിരുന്നു. അവിടെ ഒരു വീട്ടില്ലാത്തൊരു ജോർജ് ചേട്ടൻ ഉണ്ടായിരുന്നു. ഈ ജോർജ് ചേട്ടനാണ് പ്രിൻസേട്ടൻ അവിടെ ഇല്ലല്ലോ, പല സമയത്ത് എന്നെ സഹായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവരിവിടെ താമസിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴും ഭയങ്കര പ്രശ്നമായിരുന്നു, ഞാൻ പറഞ്ഞില്ല. അപ്പം അന്നേരം ഇങ്ങനെ ഫോൺ ഇവരെന്നിട്ട് പിന്നെ അവിടെ നിന്ന് ജോഷിച്ചേട്ടനൊക്കെ വന്ന് പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് പിന്നെ ഇവർ അവിടെ നിന്ന് മാറ്റി, പുറപ്പുഴയിൽ നിന്ന് മാറ്റി. പിന്നെ ഇവർ ഫോൺ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്, 8 മാസം 9 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഫോൺ കോളുകൾ വരുമ്പം
ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ഭയങ്കര ഞെട്ടി ഉറക്കമൊക്കെ അങ്ങ് പോയൊരവസ്ഥ. എന്നാൽ പോലും ഞാൻ പ്രിൻസേനോട് അത്രയും അങ്ങ് പറയില്ല, എനിക്ക് ഇത്രയും പേടിയുണ്ടെന്ന് അങ്ങനെയൊന്നും പറയും. ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രിൻസേട്ടൻ പിന്നെ അതൊരു വിഷമാവൂല, ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ ഇന്ന് പ്രിൻസേട്ടൻ ചിന്തിച്ചെങ്കിലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങനെ അത്രയും അങ്ങ് പറയത്തൊന്നുമില്ല. എന്നാലും ഓരോ ഫോൺ കോൾ വരുമ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ്. അവർ പറയുന്നത് രാത്രി വരും വീട് കത്തിക്കുന്നൊക്കെ അവർ ഫോണിൽ കൂടെ പറയുന്നത്. ഭയങ്കര ഭീഷണിയായിരുന്നു. അതല്ല, എറണാകുളത്ത് വണ്ടി മേടിച്ചു വണ്ടി കൊണ്ട് വരും. അവരെ ഒരു പോക്കം പോയിട്ട് എറണാകുളത്ത് വണ്ടി വിളിച്ചോണ്ട് വരും. എന്നിട്ട് ആ പാതിരാത്രി എഴുന്നേറ്റ് നമ്മൾ വണ്ടിക്കൂലി കൊടുത്തോളും. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഭീകരത ഉണ്ടാക്കി അയൽവക്കത്തുകാരുടെ കോഴീനൊക്കെ പിടിക്കുക, ഒത്തിരി പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനത്തെ സ്ട്രഗിൾസ് ഒക്കെ നേരിട്ടപ്പോ സോഫി ചേച്ചി എങ്ങനെയാണ് ഒരു ശക്തി സംഭരിച്ച് മുന്നോട്ട് പോയത്? എനിക്ക് ദൈവത്തിൽ നിന്നുള്ളൊരു ശക്തി തന്നെയായിരുന്നു. കാരണം ഇതൊന്നും കണ്ടും അങ്ങനെയൊന്നും ഉള്ളൊരു ശീലമൊന്നും ഇല്ലാത്തതാണ്. ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം വിളിച്ചൊരു വിളിയാണല്ലോ വിവാഹ ജീവിതം. പിന്നെ ഇന്ന പോലെയാണ് മദ്യപാനികളുടെ ഒരു ശുശ്രൂഷ എന്നൊക്കെ മിക്സയുടെ ജീവിതാനുഭവങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതനുസരിച്ച് നല്ലൊരു ഭാര്യയായിട്ട് പ്രിൻസേട്ടൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കൊരു കൃപ നൽകണമേ, ആ ശുശ്രൂഷയ്ക്കൊത്ത് ജീവിക്കാനുള്ളൊരു ആത്മബലം എനിക്ക് നൽകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു എനിക്ക് എപ്പോഴും. പിന്നെ ജോഷിച്ചേട്ടൻ്റെ നല്ലൊരു സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടായിരുന്നു. പുറപ്പെടുകയിൽ വരികയും എല്ലാ കാര്യങ്ങളും പ്രിൻസേട്ടൻ ഞങ്ങളുമായിട്ടുള്ള ഒരു എല്ലാ കാര്യങ്ങളിലും ജോഷിച്ചേട്ടൻ എന്നെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു എല്ലാ കാര്യത്തിലും. എനിക്ക് അങ്ങനെ ഒരു ബലം ഉണ്ടായിരുന്നു. പ്രിൻസാറിൽ നിന്നും സോഫി ചേച്ചിയിൽ നിന്നും നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ കേട്ടു. ഒരു ചലഞ്ചിങ് ലൈഫില് എങ്ങനെ ശക്തി നേടി, പ്രാർത്ഥനയുടെ ശക്തി എന്താണ്, മറ്റുള്ളവരെ എത്രത്തോളം സോഫി ചേച്ചി കെയർ ചെയ്തിരുന്നു, അതുപോലെ സോഫി ചേച്ചിക്ക് ആ ബലങ്ങളെല്ലാം എത്രത്തോളം ചാലഞ്ചസ് ഫേസ് ചെയ്യാനുള്ള ശക്തി കൊടുത്തെന്ന് നമ്മൾ കേട്ടു. ഇനി അടുത്തൊരു റിയൽ ഹീറോയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ശ്രീ ജോഷി മാത്യു ഓടക്കന്റെ സ്നേഹനിധിയായ പത്നി പിൻസി ജോഷിയിലേക്ക് നമുക്ക് ചോദിക്കാനുള്ളത്, വളരെ റിസ്ക് ഉള്ള ഒരു മേഖലയാണ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ. അത് കഴിഞ്ഞ ടോക്ക് ഷോയില് ജോഷി ചാച്ച ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്നേഹാമയ്ക്ക് ഇത്രയും വലിയൊരു ചാലഞ്ച് ഫേസ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടും ശക്തിയും എവിടെ നിന്നാണെന്നൊന്ന് പുതിയ തലമുറയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? അതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കാവോ വിമൻസ് ഡേയില്? തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ജോഷിയേട്ടൻ തന്നെയാണ്. കാരണം ഞാൻ ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷനിൽ നിന്ന് ഒരു സോഷ്യൽ വർക്കറായിട്ടാണ് അവിടെ ആദ്യം എത്തുന്നത്. സാധാരണ ഒരു കുടുംബത്തിൽ ജീവിച്ച് എനിക്ക് ശുശ്രൂഷ മേഖലയെക്കുറിച്ചോ കുഞ്ഞുങ്ങളെ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഞാനിതെല്ലാം കണ്ടു അറിഞ്ഞതും എല്ലാം ജോഷിയേട്ടനിൽ നിന്നാണ്. കാരണം പലപ്പോഴും ഞാൻ കല്യാണത്തിൻ്റെ ആ ഒരു സമയമാണെങ്കിൽ പോലും കൂടി ഞാൻ ജോഷിയേട്ടൻ ആ മക്കളെ സ്നേഹിക്കുന്ന കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കര ഒരു ബഹുമാനം ഉണ്ടായിരുന്നു ജോഷിയേട്ടനോട്. സ്വന്തം മക്കളെ പോലെ തന്നെ ലോകത്ത് ഒരുപാട് അച്ഛനും അമ്മയും സ്വന്തം മക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. പക്ഷേ ജോഷിയേട്ടൻ ആ മക്കളെ ഒന്നുപോലെ കരുതി കൊണ്ടു കിടക്കുന്ന കാണുന്നു. അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും മീൻസ് പണിഷ്മെന്റ് കൊടുത്ത് TV കാണണ്ടെന്ന് പറയുമ്പോൾ ജോഷിയേട്ടൻ പോയിരുന്ന് TV കാണാതിരിക്കുക, അങ്ങനെ അവരുടെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളിലും നിൽക്കുന്നത് കണ്ടപ്പം ആ ഒരു വലിയൊരു ബഹുമാനമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ കല്യാണം വന്നപ്പോഴാണെങ്കിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, ഞാൻ കാരണം ജോഷിയേട്ടൻ ആ മക്കളോടുള്ള ബന്ധം ഞാൻ ഇടയ്ക്ക് വന്ന് കയറുമ്പോൾ ഒരിക്കലും ഇല്ലാണ്ടായി പോകരുത് എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. പിന്നെ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ വന്ന് കയറുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. ചിലപ്പം മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞ് നിന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ജോഷിയേട്ടൻ എന്നോട് ചോദിക്കും, ക്യാൻ യു ലവ് ഹർ? ആ ഒരു ക്വസ്റ്റ്യന് ഞാനവിടെ ഒന്നും ഇല്ലാണ്ടായിപ്പോകും. അതുകൊണ്ട് ഇപ്പം ഇന്നത്തെ ഈ ഞാൻ ആയിരിക്കുന്നത് തീർച്ചയായിട്ടും ജോഷിയേട്ടൻ എന്നെ കാണിച്ചു തന്ന വഴികളിലൂടെയാണ്, ജോഷിയേട്ടൻ എനിക്ക് തന്ന സപ്പോർട്ടിലൂടെയാണ്. അതുകൊണ്ട് റിയൽ ഹീറോ എന്നും ജോഷിയേട്ടൻ തന്നെയാണ്. But behind every successful hero, there is a successful heroine. വലിയൊരു മെസ്സേജ് ആയിരുന്നു. ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് 4 മീഡിയയും മലയാളി പത്രവും ചെയ്തൊരു സുഹൃതം. അതായത് ഇപ്പോൾ വനിതാ ദിനത്തോടനുബന്ധിച്ചിരിക്കുമ്പോൾ വനിതകളെയാണ് കൂടുതൽ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. പക്ഷേ ഞങ്ങൾ പുരുഷന്മാർക്കൊരു പ്രാധാന്യം നൽകിയ ഒരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ച എല്ലാ ഭാര്യമാരും അവർ പറഞ്ഞതും
ഈ പരസ്പര ധാരണയും സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബം, ഒരു സമൂഹമൊക്കെ മുമ്പോട്ട് പോകും. എന്നെ സംബന്ധിച്ച് സ്നേഹ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് കൊണ്ട് ഇത്ര ഒരു ഉത്തരവാദിത്വമൊക്കെ ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. ഇന്നലെ ഞാൻ പങ്കുവച്ച അനുഭവത്തിൽ എന്നെ അത്യധികമായി സ്വാധീനിച്ച അമ്മച്ചിയെക്കുറിച്ചും എൻ്റെ പെങ്ങളെക്കുറിച്ചും സ്നേഹയെക്കുറിച്ചും കുഞ്ഞുമോള് ജസയെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു കുഞ്ഞു പെങ്ങൾ അനുകുട്ടിയെ കൂടി അതിനകത്ത് ഉൾച്ചേർത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വനിതാ ദിനത്തിൽ വനിതകളോട് കാണിക്കുന്ന ഒരു അവമതിയായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം 50-നോടടുക്കുന്ന അനുകുട്ടിയെ, ഷീസ് ഓൾസോ നോട്ട് മാരീഡ്. ഞങ്ങളുടെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ 10 മക്കളിൽ ഏറ്റവും ബുദ്ധിയുള്ളവളും ഏറ്റവും ഹൃദയ നൈർമല്യമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ശാരീരികമായി ചില വൈകല്യങ്ങൾ ഉണ്ടായിട്ടും ഈ നാളുകൾ എത്രയും വീട്ടിൽ ഞങ്ങളുടെ സഹോദരങ്ങളുടെയും അമ്മച്ചിയുടെയും മുഴുവൻ കാര്യങ്ങളിൽ ബദ്ധശ്രദ്ധയാണ്. അതോടൊപ്പം തന്നെ വീണ് കിട്ടുന്ന കുഞ്ഞനുജൻ അനീഷിൻ്റെ കുഞ്ഞുമക്കളെ കാത്തു പരിപാലിക്കുന്നു. വീണ് കിട്ടുന്ന ഏതൊരവസരവും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവച്ചു കൊടുക്കാൻ കാണിക്കുന്ന ഉത്സാഹം. പൊക്കം കുറവായിട്ടും വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ അപ്പുറം ദിവ്യരക്ഷാലയത്തിലേക്ക് ഓടും. അവിടെ 10-70 അപ്പച്ചന്മാരുണ്ട്, കിടപ്പ് രോഗികൾ. അവരുടെ കൂടിയായിരിക്കാനും അവരപ്പിട്ടാലും മൂത്രമൊഴിച്ചാലും അത് ക്ലീൻ ചെയ്യാനും സമയാസമയങ്ങൾ അവർക്ക് വാരി കൊടുക്കാനും ഒക്കെ ഈ കുഞ്ഞു പെങ്ങൾ കാണിക്കുന്ന ആ വലിയ സ്നേഹം അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം ഇങ്ങനെ സ്റ്റേജിന് പുറകിൽ ആരും കാണാതെ ആരും അറിയാതെ മിന്നിത്തിളങ്ങുന്ന വനിതാ രത്നങ്ങൾ അല്ലെങ്കിൽ വനിതാ നക്ഷത്രങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്നും ഈ പ്രപഞ്ചം അതിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തി സന്തോഷമായിട്ട് മുന്നോട്ട് പോകുക. സോ ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ ലിറ്റിൽ സിസ്റ്റർ അനുപമ മാത്യു. ഷീ ഈസ് ജെം ഓഫ് എ പേഴ്സൺ ഡൂയിങ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഹ്യൂമാനിറ്റി വിത്തൗട്ട് എനിബഡി നോയിങ് ഇറ്റ്. സക്സസ്ഫുൾ ഹീറോയിൽ നിന്നും നമുക്ക് ഒരു യങ് സക്സസ്ഫുൾ കപ്പിളിലേക്ക് കടക്കാം. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കപ്പിൾ എന്ന് പറയുന്നത് ലതാന്റിയും വർഗീസങ്ങളുമാണ്. 52 വർഷത്തെ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അങ്ങള് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളോട് ടോക്ക് ഷോയിൽ പറഞ്ഞു. അതൊക്കെ സത്യമാണോ നുണയാണോ എന്ന് നമുക്ക് ആന്റിയോട് തന്നെ ചോദിച്ചറിയാം. ആന്റിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ ഭർത്താവിനോടൊത്ത് ജീവിക്കാനാണ് 3 വർഷമായി. വളരെ സന്തോഷം, വളരെ സൗഭാഗ്യം എന്നല്ല, എനിക്കൊന്നും പറയാനില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ അറിവില്ലായ്മയുടെ കാലത്താണ് എന്നെ കല്യാണം കഴിച്ചത്. ആ വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ ഒരു മകളെ പോലെ, ഒരു ഭാര്യ, ഒരു മകള്, എന്താ ഒരു സ്നേഹിത എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ എന്നെ കൊണ്ടുപോയി. എനിക്ക് പല കാര്യങ്ങളും അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് പറഞ്ഞു തരികയും ഏറ്റവും നിസ്സാരം ഞാനൊരു കാര്യം പറയാം, അരി പോലും വയ്ക്കാൻ എനിക്കറിയില്ല. അതുപോലും എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഈ നല്ല ഭർത്താവാണ്. എനിക്കങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ പഠിത്തം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പഠിച്ചിട്ട് ഞാൻ വന്ന എന്നെ ബാക്കി ഭാഗങ്ങൾ മുഴുവനും, അതായത് നേഴ്സിംഗ് പഠിപ്പിച്ചു. പിന്നെ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഒത്തിരി ഞാൻ അദ്ദേഹത്തിന് മുൻപിൽ തല കുനിക്കുന്നു. ഇങ്ങനെ വേണം ഈ തലമുറയിൽ ജീവിക്കാൻ എന്നാണ് ഞാൻ പറയുന്നത്. ഈ യുവ തലമുറകളോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ വിട്ടുവീഴ്ച മനോഭാവമുള്ളവരായിരിക്കണം. പല കാര്യങ്ങളും എല്ലാം ഒന്നും നല്ലതെന്ന് ഞാൻ പറയില്ല, പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോഴും അദ്ദേഹവും അവിടെ താഴും, ഞാനും താഴും. അങ്ങനത്തെ ഒരു അനുഭവത്തിൽ കൂടെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരുപാട് കഷ്ടപ്പാട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ഭാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇദ്ദേഹം ഗൾഫിലായിരുന്നപ്പോൾ എനിക്കന്ന് പ്രായം കുറവാണെങ്കിലും ഞാൻ 2 കുഞ്ഞുങ്ങളും 2 അമ്മമാരും, 2 അമ്മമാരെയും വളർത്തി, കുഞ്ഞുങ്ങളെയും വളർത്തി, എൻ്റെ സഹോദരിമാരെയും വളർത്തി. അതിനൊക്കെ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപയെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അവരിൽ നിന്ന് സന്തോഷ് സാറേ, സുഖമല്ലേ? നന്നായിരിക്കുന്നു. ഇന്ന് ചേച്ചിയുടെ കൂടെ കൂട്ടി. അപ്പോ ചോദിക്കാനുള്ളത് ചേച്ചിയോടാണ്.
ചേച്ചി, നമ്മള് ഒരു സ്ത്രീകള് മൾട്ടി ടാസ്കിങ് ആണെന്ന് പറയുന്നത് ശരിയാണോ, അതോ നമ്മളുടെ പ്രാക്ടീസ് കൊണ്ടാണോ, നാച്ചുറലി വരുന്നതാണോ ആ ഒരു മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി? ഒന്ന് പറയാമോ? ഞാൻ ഒരു വീട്ടമ്മയായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഹസ്ബൻഡാണ്. ഇപ്പൊ ഞാൻ ഷോപ്പിൽ മിക്കവാറും ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഹസ്ബൻഡ് സപ്പോർട്ടാണ്. സന്തോഷ് സാറേ, പൂർണ്ണ സപ്പോർട്ട് സാറ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം കേട്ടിരുന്നു. ചേച്ചി വരുന്നത് 2 പുരുഷന്മാരുള്ള ഒരു വീട്ടിലേക്കാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സ്ട്രഗിള് എങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകുന്നു എന്നൊന്ന് പറഞ്ഞുതരാമോ? അത് ഹസ്ബൻഡും പുള്ളിയുടെ ഫാദറും എനിക്കെല്ലാം സപ്പോർട്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും, അടുക്കളയിലെ കാര്യങ്ങളായാലും എല്ലാം ചെയ്തു തരും, ഒക്കെ ചെയ്തു തരും. ബാക്കി എല്ലാവരുടെയും ഭാര്യമാരും ഇവിടെ എത്തിയിരുന്നു. അവരെല്ലാവരും നമുക്ക് രസകരമായിട്ട് ഉത്തരങ്ങൾ തരികയും ചെയ്തു. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത 2 പേരേ ഉള്ളൂ. ഒന്ന് സലിംകുട്ടി സാറിന്റെ ഭാര്യ, നോയമ്പ് കാരണമാണ് ഇവിടെ എത്താൻ പറ്റാതിരുന്നത്. അതുപോലെ ജോൺസന്റെ വൈഫ് വിദേശത്തായതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും ഇവിടെ എത്തിക്കാൻ പറ്റിയില്ല. ഇനി ഉള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അവരെയും ഇതുപോലെയുള്ള ഒരു ടോക്ക് ഷോയിൽ നമ്മൾ കൂട്ടിച്ചേർക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഒരു ടോക്ക് ഷോ കണ്ടക്ട് ചെയ്യാം. വിമൻസ് ഡേ ടോക്ക് ഷോയുടെ മെയിൻ കോർ എന്ന് പറയുന്നത് അവളോട് നന്ദി പറഞ്ഞു. അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ ഓരോ ഭർത്താക്കന്മാരും ഒഫീഷ്യലായിട്ട് അവരുടെ ഭാര്യമാരോട് നന്ദി പറയാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. ഫോൺ വിളിച്ച് കൊടുക്കാനേ ആകാശത്തിലേക്ക് ഉയർത്തി ഇസ്രായേലിനും ഇറാനും സമാധാനം. ഒപ്പം ടിൻഡുവിന് ഒരു താങ്ക് യു, ഐ ലവ് യു. അതെ, ടിൻഡുവിന് താങ്ക് യു, ഐ ലവ് യു. ഇല്ല, നല്ലല്ലേ? അവള് യുദ്ധത്തിനിടയ്ക്ക് സമാധാനത്തിലിരിക്കുക. ഏറ്റവും സ്നേഹമുള്ള സ്നേഹമില്ല 16 വർഷം കാത്ത സ്നേഹത്തിന്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ 25ാമത് വെഡിങ് ആനിവേഴ്സറി വരികയാണ്. അപ്പം ലവ് യു സോ മച്ച്. ഞാനെപ്പോഴും പല പ്രോഗ്രാമിലും പറയുന്ന കാര്യമുണ്ട്, ഒരു പുരുഷനെ അച്ഛനാക്കുന്നത് അമ്മയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ വനിതാ ദിനത്തില് വനിതാ ദിനത്തെക്കാളപ്പുറത്ത് ലോകത്തിന്റെ സംഭാവനയെ ചേർത്ത് വയ്ക്കുന്നതിന്റെ ഏറ്റവും ആധികാരണവും മൂലരവും സ്ത്രീയാണ്, വനിതകളാണ്. തീർച്ചയായിട്ടും ഈ വനിതാ ദിനത്തിൽ വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ 4 മീഡിയ ഹൗസിന്റെയും മലയാളി പത്രത്തിന്റെയും ശ്രേഷ്ഠമായ ആശംസകൾ ഓരോ വനിതകൾക്കും, സ്ത്രീ സൗഹൃദങ്ങൾക്കും, അതിനേക്കാൾ ഒരു പ്രകൃതിയെ തന്നെ അതിന്റെ സന്തുലനാവസ്ഥയിലുള്ള ഓരോ സ്ത്രീകൾക്കും സ്നേഹപൂർവ്വം ആശംസിക്കാണ്. പ്രിയപ്പെട്ട ഗീതാദാസിന്റെയും ഗുരുവിന്റെയും ജിജോയുടെയും പിന്നെ ഞങ്ങളുടെ ഇവിടെയുള്ള ഓരോ ന്യൂ സൗത്ത് വെയിൽസിലെയും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ എല്ലാ സ്റ്റേറ്റിലെയും ഓരോ പ്രതിനിധികളെയും എല്ലാവർക്കും എല്ലാവരുടെയും വ്യക്തിപരമായ അതിനേക്കാൾ മീഡിയാസിന്റെയും നാമത്തിന്റെ പേരിൽ എല്ലാവർക്കും കൃത്യമായ ആശംസകൾ അർപ്പിക്കുന്നു.
ഏറ്റെടുക്കാൻ ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും നന്ദി. അതിനൊരു വേദി ഒരുക്കി തന്ന നാലാമൻ മീഡിയ ഹൗസിന്റെയും മലയാള പത്രത്തിന്റെയും MD ഡോക്ടർ ബാബു ഫിലിപ്പ് അഞ്ചനാടിനും ഹൃദയത്തിന് ഭാഷയിൽ നിന്ന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇനിയും ഒത്തിരി പ്രോഗ്രാമുകൾ ഇതുപോലെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.